മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. പിറന്നാൾ ആശംസകൾ അറിയിച്ച് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇട്ട ഇൻസ്റ്റാഗ്രാമിന്റെ അകത്തുള്ള ഒരു സ്റ്റോറി ഒരെണ്ണം ഇതാണ്. ഇതിനുശേഷം ഇദ്ദേഹം സ്വീറ്റ് ഹാർട്ട്സ് ബർത്ത്ഡേ ഗിഫ്റ്റ്. എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ ഭാഷ. ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഉമ്മ വയ്ക്കുന്ന ആ ഒരു ഫോട്ടോയൊക്കെ ഇദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നു. സ്റ്റോറി ഇട്ടത് എന്റെയും പുള്ളിയുടെയും കൂടെ ഒരു ഫോട്ടോ ആയിരുന്നു. ഫസ്റ്റ് ഞാൻ പറയട്ടെ, പുള്ളിയായിട്ട് ഞാനിപ്പോ ഒരു കോണ്ടാക്റ്റും ഇല്ല. പുള്ളിയുടെ അടുത്ത് ഞാനില്ല. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടും. അത് ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പുള്ളി അങ്ങനെ വിചാരിച്ചിട്ടാണ് കുറെ സ്റ്റോറി ഇട്ട് എല്ലാരെയും കാണിച്ചു വെച്ചിരുന്നത്. ഞാൻ പുള്ളിയുടെ കൂടെ ഇല്ല. എനിക്കറിയില്ല പുള്ളി എന്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നെന്ന് എനിക്കറിയില്ല. നിക്കണ്ട സാറേ, നമുക്ക് പോകാം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല കുമാര. വക്കീൽ ഉറപ്പ് പറഞ്ഞിട്ടുള്ളതല്ലേ? അതല്ല, പോയാ ഈ വക വെടിക്കെട്ടുമായിട്ട് അയാൾ പുറകെ വരും. ഇപ്പൊ പുള്ളി ഞാൻ നശിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റാലിറ്റി കൊണ്ട് നടക്കുവാണ്. എങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നെന്ന് എനിക്കറിയാം. പക്ഷെ അതിന്റെ ബേസിൽ എനിക്ക് പുള്ളി പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് നിന്നും ടോർച്ചറിങ് കേൾക്കേണ്ട കാര്യം എനിക്കില്ല. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? പുള്ളി എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യലി നല്ല രീതിയിൽ ആ സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബെസ്റ്റ്. അത് വേറെ ഒന്നുമല്ല, നമുക്ക് അറിയുന്നവരടുത്ത് ചോദിക്കുമ്പോൾ നമുക്കൊരു ബലം ആണല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ പുള്ളിയുടെ അടുത്ത് പൈസ ചോദിച്ചത്. പുള്ളി തന്നതുകൊണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. ഒന്നും പറയണ്ട, പോട്ടെ, സാരമില്ല, പുള്ളിയുടെ വിവരമില്ല. പക്ഷെ ഇത് കാണിക്കുന്നതൊക്കെ ഭയങ്കര ഓവറാണ്. തനിക്ക് ആരെ നോക്കാനും പറയാനും ഇല്ലായിരിക്കും. ഇനി ഈ പേരും പറഞ്ഞ് ആരും ഈ വഴിക്ക് വരണമെന്നില്ല. താനിനി എനിക്കിത് എന്ത് വന്നെന്ന് പറഞ്ഞാലും ശരി, എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷെ ഇനി ഇങ്ങനത്തെ 4 തരം കാണിച്ചാൽ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. ഞാൻ പോകുന്നു. ബൈ.